പിന്നെ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മസാല എഗ്ഗ് അങ്ങ് തയ്യാറാക്കിയാലോ. ഈ മസാലയ്ക്ക് ഈ മുട്ടയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന കാണാൻ തന്നെ നല്ല ചേലല്ലേ, കഴിക്കാനും അതുപോലെ തന്നെയാണ് കേട്ടോ. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മസാല എഗ്ഗ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലോ. അപ്പോഴേ നമുക്ക് മസാല എഗ്ഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാൻ വെക്കണം ആദ്യം. അപ്പോൾ ഞാനൊരു 8 മുട്ട എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെ ഈ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇതുപോലെ ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് പറയാൻ പറ്റുമോ? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, ബാക്കിയുള്ളവരും കൂടെ അറിഞ്ഞോട്ടെ. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മുട്ട നമുക്ക് ഇതുപോലെ അങ്ങ് വേറെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടേ കൈ വെച്ചിട്ട് നിരടി അങ്ങ് പിച്ചി കൊടുക്കുക കേട്ടോ. ഈ കരിവേപ്പിലേൻ്റെ ആ ഫ്ലേവർ കിട്ടണമെങ്കിലേ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഈ കത്തി വെച്ചും കത്രിക വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഇത്രയും ഫ്ലേവർ അങ്ങ് കിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂണേ നമുക്ക് ചേർക്കേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോഴേ വെള്ളം എല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഒഴിക്കാണ്ട് 1-2 ടേബിൾ സ്പൂൺ വീതം അങ്ങനെ ഒഴിച്ചിട്ട് നോക്കാം. അപ്പോൾ പോരെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മസാല തയ്യാറാക്കിയതിന് ശേഷം ഈ മുട്ടയിൽ നല്ല പോലെ പൊതിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനുള്ള, ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരുപാട് വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഈ മസാല ഉണ്ടല്ലോ അത് ഈ എണ്ണയിൽ അങ്ങ് പോകും കേട്ടോ. അപ്പം വളരെ കുറച്ച് എണ്ണ മാത്രം ചേർത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു മുട്ടയിൽ ഇത് കംപ്ലീറ്റ് പൊതിഞ്ഞ് കിട്ടുന്നത്. ഒരുപാട് എണ്ണ ചേർത്താൽ അതിൽ ആ എണ്ണയിൽ മൊത്തം മസാല അങ്ങ് പോയി കിട്ടും. ഇനി ഇതേ ഫ്രൈ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ തിരിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം, എന്നാലാണ് ഈ മസാല ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക, വീണ്ടും കുറച്ച് നേരം വെക്കുക, വീണ്ടും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ മസാല മൊത്തം ഇതിലേക്ക് അങ്ങ് പിടിപ്പിച്ചെടുക്കുക. ഇനി ഞാൻ പ്രത്യേകം പറയണേ, എക്സ്ട്രാ വേറെ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. വേണം എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ഡ്രോപ്പ് മാത്രം ഉറ്റിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ മസാലയുടെ ആ ഒരു പച്ച ഫ്ലേവർ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് പോയി കിട്ടിയാൽ വേണം. അപ്പം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് ആ മസാലയുടെ ആ പച്ച രുചി മാറുന്നവരെ നമ്മളിതിങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അവസാനം ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ടിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുത്താലേ നമ്മുടെ ഐറ്റം റെഡി ആയാണ് കേട്ടോ. നമുക്കിത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് എരിവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചെടുക്കുകയൊക്കെ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഇതുവരെ ഇതുപോലൊരു മസാല എഗ്ഗ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ, വളരെ ഈസി അല്ലേ. അപ്പോഴേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.